ഹലോ. അപ്പൊ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ ബർത്ത്ഡേക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ജേണൽ നോക്കിയാലോ? ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് ചെയ്യുന്നത്. അതായത് ഞാൻ നമ്മുടെ ജേണൽ സപ്ലൈസ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് മിനിമം ആക്കിയിട്ട് എൻ്റെ അടുത്തുള്ള പാറ്റേൺ പേപ്പേഴ്സ് വെച്ചിട്ട് ഭയങ്കര മിനിമൽ എഫേർട്ടിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ജേണലാണ് കാണിക്കുന്നത്. ഫസ്റ്റ് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേജിന്റെ രണ്ട് സൈഡിലും ഇതുപോലെ സ്കെച്ച് പെൻസ് വെച്ചിട്ട് ഇങ്ങനെ ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്ന പാറ്റേൺ പേപ്പേഴ്സ്, ഞാൻ നേരത്തെ കാണിച്ച പാറ്റേൺ പേപ്പേഴ്സ് ഫുള്ള് ഞാൻ ഇതുപോലെ ഒരു A4 പേപ്പറിൽ വരച്ചെടുത്തതാണ്. അതാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഗ്രിഡ് പാറ്റേണോ അല്ലെങ്കിൽ ഏത് പാറ്റേൺ ആണോ, ഏത് കളർ തീം ആണോ വേണ്ടത്, അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് വരച്ചെടുക്കാൻ പറ്റും. പിന്നെ എൻ്റെ അടുത്തുണ്ടായിട്ടുള്ള കളേർഡ് ആയിട്ടുള്ള A4 പേപ്പേഴ്സ് ഇതുപോലെ പല പല സൈസിലും ഷേപ്പിലും കട്ട് ചെയ്തെടുത്തിട്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ അടുത്ത് വാഷി ടേപ്സ് ഒന്നും ഇല്ലാച്ചെങ്കിൽ ഇതുപോലെ കളേർഡ് ആയിട്ടുള്ള A4 പേപ്പറോ മറ്റോ ഉണ്ടെങ്കിൽ ഇതേപോലെ ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്ത് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് ലുക്ക് ലൈക്ക് വാഷി ടേപ്പ്. അതിന് കുറച്ചുകൂടി ഡിസൈൻ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാറ്റേൺ ഉള്ള വാഷി ടേപ്പ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പേപ്പേഴ്സ് ഒക്കെ പല പല ഓർഡറിൽ അല്ലെങ്കിൽ പല പല രീതിയിൽ ഞാനൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ അടുത്തുണ്ടായിട്ടുള്ള കുറച്ച് വാഷി ടേപ്സും അതുപോലെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു ഓൾറെഡി എൻ്റെ അടുത്ത്. അപ്പം ഞാൻ ആ സ്റ്റിക്കേഴ്സും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് അത് ഇല്ലാച്ചെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നമ്മൾ വരച്ചെടുക്കില്ലേ, അതുപോലെ വരച്ചെടുത്തിട്ട് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുകയും ചെയ്യാം. പിന്നെ ഇതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്ന കോഡ്സിൽ അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന ആ ഒരു നോട്ടിലാണ് ഈ നമ്മുടെ ജേണലിൻ്റെ കംപ്ലീറ്റ് കാര്യം ഇരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എഴുതുന്നതിലാണ് ആ ഒരു ഫ്രണ്ടിന് നമ്മൾ എത്രത്തോളം നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ ഒട്ടിച്ചു കൊടുത്തതിൽ എല്ലായിടത്തും നമ്മൾ ഇതുപോലെ ലെറ്റേഴ്സും നോട്ട്സും ഒന്നല്ല, ജസ്റ്റ് നമ്മളെ ഡേറ്റും അല്ലെങ്കിൽ ബർത്ത്ഡേ ആയിട്ടുള്ള റിലേറ്റഡ് കോഡ്സോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ സിമിലർ ആയിട്ട് ഞാൻ രണ്ട് സൈഡിൽ മാത്രമേ ഞാൻ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള നോട്ട് എഴുതുന്നുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ. ഇനി നെക്സ്റ്റ് ഏത് ജേണലാണ് ചെയ്യേണ്ടതെന്ന് കമൻറ്റ് ചെയ്യാവോ?